Hi dears and welcome to a new video. Calicut University 2023-24 UG applications സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ UGCAP അപ്ലൈ ചെയ്യുമ്പം അതിലൊരു ഓപ്ഷൻസ് കൊടുക്കാനുണ്ട്, 20 ഓപ്ഷൻസ്. ആ ഓപ്ഷൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്തിൻ്റെ ബേസിസിലാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കൂടെ തന്നെ ഇൻഡെക്സ് മാർക്ക് എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് നോക്കുക, അതിനനുസരിച്ച് എങ്ങനെ ഓപ്ഷൻസ് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ചാൻസസ് ഉണ്ട്, കോളേജ് നിങ്ങൾ വിചാരിക്കുന്ന കോളേജിൽ കിട്ടാനൊക്കെ ഉള്ള ചാൻസ് എങ്ങനെ നോക്കും എന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അപ്ലിക്കേഷൻ കൊടുക്കേണ്ട സൈറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത്. admission.uoc.ac.in എന്ന വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം UGCAP 2023 B.Ed അപ്ലിക്കേഷൻസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. UGCAP 2023 എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ UGCAPൻ്റെ പർട്ടിക്കുലർ സൈറ്റിലേക്ക് പോവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ കോളേജിലും ഇൻഡെക്സ് മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ക്ലിക്ക് ഓൺ ടു ദാറ്റ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കോഴ്സിന് ചേരണമെന്ന് വിചാരിച്ചു. അപ്പോൾ പലർക്കും പല കാര്യങ്ങളാവും, പല റീസൺസ് ആവും ഓരോ കോളേജ് സെലക്ട് ചെയ്യാനും കോഴ്സ് സെലക്ട് ചെയ്യാനും. ചിലവർക്ക് ആ സബ്ജക്റ്റിനോട് ഭയങ്കര ഇഷ്ടമായിട്ടാവാം, അല്ലെ നമ്മൾ +2 പഠിച്ചപ്പം ആ ടീച്ചേഴ്സിനെ ഭയങ്കര ഇഷ്ടമായിട്ട് ചിലവർക്ക് ചില സബ്ജക്റ്റ് ഇഷ്ടപ്പെടാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് അടുത്തുള്ള കോളേജാണ്, അതുകൊണ്ട് എനിക്ക് അവിടെ പോകണം, അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള ഒരു കോളേജാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കോളേജ് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അവിടുത്തെ ഒരു കോഴ്സിൽ എനിക്ക് ചേരണം. ഇങ്ങനെ ഡിഫറെൻറ്റ് റീസൺസ് ആവാം. അപ്പോൾ എന്ത് റീസൺ തന്നെയായാലും നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഈ കോളേജിൽ ചേരണം അല്ലെങ്കിൽ ഈ കോഴ്സിന് ചേരണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം അത് നിങ്ങൾ ഓപ്ഷൻസിൽ കൊടുക്കുമ്പം എങ്ങനെ കൊടുക്കണം എന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ആ കോളേജും കോഴ്സും ഒന്ന് ഇവിടെ കൊടുക്കാം. അപ്പോൾ സെലക്ട് യുവർ കോഴ്സ്. അപ്പോൾ കോഴ്സും കോളേജും ഡിസ്ട്രിക്റ്റും കൊടുക്കാനുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം. സോ UG കോഴിക്കോടുള്ള UG കോഴ്സസ് കൊടുക്കുന്ന കോളേജസിൻ്റെ ലിസ്റ്റാണ് ഇവിടെ വന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു കോഴ്സ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. BSc സുവോളജി. ഓക്കെ, ഇനി സെർച്ച് കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം കോഴിക്കോടുള്ള BSc സുവോളജി പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ ഞാൻ ചെയ്തത്, ഈ പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് കോഴ്സും പ്രോഗ്രാമും ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്തിട്ട് സെർച്ച് എന്ന ബട്ടൺ കൊടുത്തു. ഓക്കെ, അപ്പം ഇവിടെ എയ്ഡഡ് കോളേജ്, ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീൻസ് എന്താ, എയ്ഡഡ് കോളേജ് ആണ്. സോ ദിസ് ഇസ് ഗവൺമെൻറ് കോളേജ്. ഓക്കെ, ഗവൺമെൻറ് കോളേജ് ആണ്. അവിടെ ഇൻഡെക്സ് മാർക്കുകൾ ലാസ്റ്റ് ഇയർ കുട്ടികൾ കയറിയിട്ടുള്ള ഇൻഡെക്സ് മാർക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ഓരോ കാറ്റഗറിക്കുള്ള ലാസ്റ്റ് ഇയറിലെ ഇൻഡെക്സ് മാർക്കാണ്. ലാസ്റ്റ് ഇയറിൽ ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയറിൽ ആ കോഴ്സിന് ചേർന്ന അവസാനത്തെ സ്റ്റുഡൻറ്റിൻ്റെ ഇൻഡെക്സ് മാർക്കാണിത്. അപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സിന് ചിലപ്പോൾ 1100 അങ്ങനെയൊക്കെ സ്കോറിൽ കുട്ടികൾ ചേർന്നിട്ടുണ്ടാവാം. 970 ആണ് അവിടെ ചേർന്ന അവസാനത്തെ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക്. ആ രീതിയിലാണ് ഇൻഡെക്സ് മാർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം 970 എങ്കിലും ഇൻഡെക്സ് മാർക്ക് ഉള്ള ഒരു കുട്ടിക്ക് ഇവിടെ കിട്ടാനുള്ളൊരു പ്രോബബിലിറ്റി ഉള്ളൂ. കറക്റ്റ് 970 എന്ന് പറയാൻ പറ്റില്ല, ഇൻ ആൻഡ് അറൗണ്ട് 970. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് കാണിച്ചു തരാം. അത് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ഈ ഒരു ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ കാറ്റഗറി ഏതാണ്, നിങ്ങൾ വിചാരിക്കുന്ന കോളേജ് ഏതാണ്, കോഴ്സ് ഏതാണെന്ന് നോക്കിയിട്ട് അവിടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്ന് ചെക്ക് ചെയ്യുക. ആ ഇൻഡെക്സ് മാർക്കും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള ഇൻഡെക്സ് മാർക്കിനേക്കാളും കൂടുതലാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കെങ്കിൽ ആ ഓപ്ഷൻ നിങ്ങൾ മുന്നിൽ കൊടുക്കുക. ആ കോളേജിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ ആ കോഴ്സ് നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഇൻഡെക്സ് മാർക്ക് കമ്പയർ ചെയ്യുക. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, പ്രീവിയസ് ഇയർ ഇൻഡെക്സ് മാർക്ക് ആ കോഴ്സിന് ആ കോളേജ് സെലക്ട് ചെയ്തിട്ട് നോക്കുക, എന്നിട്ട് നിങ്ങളതുമായിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പം എപ്പോഴും നല്ല ഹൈ മാർക്കുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഗവൺമെൻറ് കോളേജസും എയ്ഡഡ് കോളേജസും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ച് മീഡിയം ആണെങ്കിൽ നിങ്ങൾ ഒരു ഓർഡർ
ഫസ്റ്റ് ഓഫ് ഓൾ ഗവൺമെൻറ് കോളേജ്, ദെൻ എയ്ഡഡ് കോളേജസ് ആൻഡ് 1-2 സെൽഫ് ഫിനാൻസിങ് കോളേജും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് നിങ്ങളുടെ കോഴ്സും കൂടെ ശ്രദ്ധിക്കണം. ചിലപ്പം എയ്ഡഡ് കോളേജ് ആണെങ്കിലും കോഴ്സ് സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ആയിരിക്കും, ഫീ ഉള്ള കോഴ്സ് ആയിരിക്കും. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാ ഓരോ കോളേജിലും നിങ്ങൾക്ക് കാണാം. ഇവിടെ സെൽഫ് ഫിനാൻസിങ് കോളേജസ് എത്തിയപ്പോൾ കുറച്ച് കുറഞ്ഞു കണ്ടോ, 741 ഒക്കെ ആയി ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്. എനിവേ ഹയസ്റ്റ് വരുന്നത് ഇതാ മടപ്പള്ളി കോളേജ്. അപ്പോൾ ആ മടപ്പള്ളി കോളേജിൽ 974 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഓരോ കോളേജിൻ്റെയും ചെക്ക് ചെയ്യുക, നിങ്ങളുടെ കാറ്റഗറി ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾ പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന്, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ എലിജിബിലിറ്റി ആൻഡ് ഇൻഡെക്സിംഗ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ല. അപ്പോൾ ക്ലിക്ക് ഓൺ ടു എലിജിബിലിറ്റി ആൻഡ് ഇൻഡെക്സിംഗ്. ഇവിടെ നിങ്ങളുടെ കംപ്ലീറ്റ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഡബിൾ മെയിൻ, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്, ലാംഗ്വേജസ്, BEd കോഴ്സസും എല്ലാ MEd കോഴ്സസും പോസ്റ്റ് PG കോഴ്സസും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാത്തിൻ്റെയും എലിജിബിലിറ്റി ആൻഡ് ഇൻഡെക്സിംഗ് റൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് വേണ്ടത് UG കോഴ്സ് അല്ലേ, ഇപ്പൊ UG PG അണ്ടർ ഗ്രാജുവേറ്റിന് കൊടുക്കാം. ഇപ്പോൾ UG കോഴ്സസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ വിചാരിച്ചപ്പോൾ സയൻസ് കോഴ്സ് കൊടുക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട സുവോളജി തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ BSc സുവോളജി എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ BSc സുവോളജിയുടെ നിങ്ങളുടെ എലിജിബിലിറ്റി, ഇൻഡെക്സ് മാർക്കും ടൈ ബ്രേക്കും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് പറഞ്ഞുതരാം. എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ പോസിബിൾ ആണോ, അല്ലെങ്കിൽ എത്ര മിനിമം മാർക്ക് വേണം അപ്ലൈ ചെയ്യാൻ എന്നുള്ളതാണ് എലിജിബിലിറ്റി. അപ്പോൾ ജസ്റ്റ് യു ഹാവ് ടു പാസ് HSC അല്ലെങ്കിൽ +2 പാസ് ആയിരിക്കണം, ഹയർ സെക്കൻഡറി പാസ് ആയിരിക്കണം എന്നൊരു എലിജിബിലിറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ബയോളജി ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം +2. ഓക്കെ, ഇനി ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ മാർക്സ് ഒബ്റ്റെയിൻ ഫോർ യുവർ പാർട്ട് 3 പ്ലസ് മാർക്സ് ഒബ്റ്റെയിൻ ഫോർ ബയോളജി ഓർ സുവോളജി. പാർട്ട് 3 എന്ന് പറഞ്ഞാൽ സയൻസ് സബ്ജക്ട്സിനോട് കൂടെ നിങ്ങളുടെ ബയോളജിയുടെ മാർക്ക് ഒന്നും കൂടി ആഡ് ചെയ്യുക. ആ കിട്ടുന്ന ടോട്ടൽ മാർക്കായിരിക്കും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്. ഇനി ഈ ഇൻഡെക്സ് മാർക്കിനോട് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് നമ്മുടെ റോ ഇൻഡെക്സ് മാർക്കാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബോണസ് പോയിന്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യപ്പെടും. അതായത് NSS, NCC, സ്പോർട്സ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ മാർക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ടോട്ടൽ ഇൻഡെക്സ് മാർക്ക്. ഓക്കെ, അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചെക്ക് ചെയ്യാം. ഇത് നിങ്ങളുടെ സബ്ജക്റ്റിന് മാത്രം വരുന്ന ഇൻഡെക്സ് മാർക്കാണ്. സോ പ്ലസ് ബോണസ് മാർക്സ്, അതായിരിക്കും നിങ്ങളുടെ ടോട്ടൽ ഇൻഡെക്സ് മാർക്ക്. ഇനി ടൈ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ 2 കാൻഡിഡേറ്റ്സിന് ഒരേ മാർക്കാണെങ്കിൽ എന്താ ചെയ്യാന്ന്. അപ്പോൾ ഒരേ മാർക്കാണെങ്കിൽ നമ്മുടെ മെയിൻ സബ്ജക്റ്റിന്റെ മാർക്കായിരിക്കും അവിടെ കൺസിഡർ ചെയ്യുക. മെയിൻ സബ്ജക്റ്റിന് കൂടുതൽ മാർക്ക് ആർക്കാണ് അയാളായിരിക്കും ലിസ്റ്റിൽ ഫസ്റ്റ്, മുകളിൽ വരിക. ഇനി അതും സെയിം ആണെങ്കിൽ കോംപ്ലിമെന്ററി സബ്ജക്ട്സ് ചെക്ക് ചെയ്യും, പിന്നെ സെക്കൻഡറി സബ്ജക്ട്സ് ചെക്ക് ചെയ്യും. അങ്ങനെ ഓരോന്നും നിങ്ങളുടെ ആ ഒരു ലിസ്റ്റ് താഴെ വരും. എന്നിട്ടും സെയിം ആണെങ്കിൽ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും എല്ലാം തന്നെ ചെക്ക് ചെയ്തിട്ട് ആ ഒരു റാങ്ക് ലിസ്റ്റ് അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതാണ് സുവോളജിയുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ഇവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇൻഡെക്സ് മാർക്സ് ഇങ്ങനെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത ഇൻഡെക്സ് മാർക്കും നേരത്തെ നമ്മൾ ചെക്ക് ചെയ്ത ഇൻഡെക്സ് മാർക്കും കമ്പയർ ചെയ്ത് നോക്കുക. അതിനനുസരിച്ച് നമുക്ക് അഡ്മിഷൻ കിട്ടുമോ അല്ലെങ്കിൽ ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള ഡീറ്റെയിൽസ് പറയാനായിട്ട് സാധിക്കും. ഇനി വേറൊരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ബോണസ് മാർക്സ് ആഡ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. കാരണം ഓരോന്നിനും ഓരോ ടൈപ്പ് ബോണസ് മാർക്സ് ആണ്. നിങ്ങൾ NSSന് ഇപ്പോൾ എന്താ പറയുക, NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഓരോ ലെവലിനും ഓരോ പ്ലസ് മാർക്സ് ആണ്, ബോണസ് പോയിന്റ്സ് ആണ്. അപ്പോൾ അതൊക്കെ കൂടി ആഡ് ചെയ്ത് വരണം നിങ്ങളുടെ ടോട്ടൽ ഇൻഡെക്സ് മാർക്കിന്. അപ്പോൾ എനിവേ നിങ്ങൾക്ക് ഒരു റഫ് ഐഡിയ കിട്ടാനായിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഇൻഡെക്സ് മാർക്ക്. അത് കമ്പയർ ചെയ്തിട്ട് ഓപ്ഷൻസ് അതിനനുസരിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഭയങ്കര ഹൈ ഇൻഡെക്സ് മാർക്ക്, പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് ഭയങ്കര ഹൈ ഉള്ളൊരു കോളേജിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് കുറച്ച് കുറവാണെങ്കിൽ ആ ഓപ്ഷൻ ആദ്യം തന്നെ വെച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പറയാനും പറ്റില്ല, ബിക്കോസ് ഇത് പ്രീവിയസ് ഇയേഴ്സ് മാർക്സ് ആണ്. ഈ ഇയറിൽ സ്റ്റുഡൻസ് കൂടുതൽ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് മാർക്ക് കുറെ കൂടി ഹൈ ആവും.
അല്ല അത്ര ബെറ്റർ അല്ലെങ്കിൽ ഇൻഡെക്സ് മാർക്ക് കുറയും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഇരിക്കും. ഇത് പ്രീവിയസ് ഇൻഡെക്സ് മാർക്കാണ്. ജസ്റ്റ് നമുക്കൊരു കമ്പാരിസൺ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്. താങ്ക് യു.